ഫിദമോൾക്ക് നൽകിയ വാക്കുപാലിച്ച് മന്ത്രി എം.ബി. രാജേഷ്. ഇനി പുതിയ റോഡിലൂടെ പുഞ്ചിരിയോടെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഫിദമോൾ. ഇനി മഴ പെയ്താൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുമോ എന്ന പേടിയില്ല. ചെളിയിൽ വഴുതി വീഴുമെന്ന ആശങ്കയുമില്ല. പെരുമ്പിലാവ് അൻസാർ സ്പെഷ്യൽ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിനിയും തൃത്തല സ്വദേശിനിയുമായ ഫിദ ഫാത്തിമയ്ക്കിനി ആത്മവിശ്വാസത്തോടെ സ്കൂളിലേക്ക് പോകാം. തന്റെ അഭ്യർത്ഥന കണക്കിലെടുത്ത് വീടിനു മുന്നിലെ തകർന്ന റോഡ് നന്നാക്കി നൽകിയ മന്ത്രി എം.ബി. രാജേഷിനോടുള്ള നന്ദിയിലാണ് ഈ കുഞ്ഞുമിടുക്കിയും കുടുംബവും. ഓട്ടിസം ബാധിതയായ ഫിദയ്ക്ക് സ്കൂളിലേക്കുള്ള യാത്ര എന്നും വലിയൊരു വെല്ലുവിളിയായിരുന്നു. വീടിനു മുന്നിലെ കണ്ടയം തോട് ലിങ്ക് റോഡ് ശോചനീയാവസ്ഥയിലായതോടെ മഴക്കാലത്ത് റോഡ് മുഴുവൻ വെള്ളവും ചെളിയും നിറയും. ദുരിതം നിറഞ്ഞ ഈ യാത്രയെക്കുറിച്ച് ഫിദ തന്നെ നേരിട്ടെത്തി മന്ത്രി എം.ബി. രാജേഷിനോട് പരാതി പറഞ്ഞിരുന്നു. ഫിദയെ ചേർത്ത് പിടിച്ച് ആ റോഡ് താൻ നന്നാക്കി തരാമെന്ന് അന്ന് മന്ത്രി വാക്ക് നൽകി. ആ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മന്ത്രി എം.ബി. രാജേഷിന്റെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. 100 മീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് ചെയ്ത് ഫിദയ്ക്കും നാട്ടുകാർക്കുമായി ഒരുക്കിയത്. റോഡ് യാഥാർത്ഥ്യമായതോടെ ഫിദയുടെ വീടിന് മുന്നിലെ കാൽനടയാത്രയും വാഹനയാത്രയും സുഗമമായി. തൃത്താല സെന്ററിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന സലീം കേലശ്ശേരിയുടെയും സുലേഖയുടെയും മകളാണ് ഫിദ. തന്റെ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇടപെട്ട മന്ത്രിയോടുള്ള സന്തോഷത്തിലാണ് ഈ കുടുംബം. ഞാനും മോളും കൂടിയിട്ടാണ് നിവേദനം കൊടുക്കാൻ പോയത്. അന്ന് അവള് അൻസാർ പെരുമ്പിലാവ് സ്കൂളിൽ നിന്ന് ബസ് ഇറങ്ങി നേരെ വിദ്യാർത്ഥി വേഷത്തിൽ തന്നെ തൃത്തല റെസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് നമ്മൾ നിവേദനം കൊടുക്കുകയായിരുന്നു. തുടർ നടപടി അദ്ദേഹം അനുഭവപൂർവ്വം പരിഗണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തുടർ നടപടി ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഫിദ ഫാത്തിമയ്ക്കുള്ള വീട്ടിലേക്കുള്ള റോഡ് നടപ്പിലാക്കുമെന്ന് അദ്ദേഹം വാക്ക് തന്നു. വളരെ ശോചനീയാവസ്ഥയിലിരുന്ന് ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴി കുണ്ടും കുഴി നിറഞ്ഞതും മഴ വന്നാലൊക്കെ ചെളിയും കെട്ടി നിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് പോകാനും മറ്റു വിദ്യാലയങ്ങൾക്ക് പോകാനൊക്കെ വളരെ പ്രയാസപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായതിൽ വളരെ സന്തോഷമാണ്. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുക. ഫിദയുടെ സഹോദരങ്ങളായ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ ഫിൽസ്, BBA വിദ്യാർത്ഥി മുഹമ്മദ് സാജിദ് എന്നിവരും നാട്ടുകാരും മാറ്റത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഒരു കുഞ്ഞു പരാതിയെ ഗൗരവത്തോടെ കണ്ട് അതിവേഗം പരിഹാരം കണ്ട മന്ത്രിയുടെ നടപടി നാടിനാകെ മാതൃകയാവുകയാണ്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ മന്ത്രിയും തന്റെ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചു. ഈ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്.